ഒമാൻ CBSE ക്ലസ്റ്റർ ഫുട്ബോൾ ടൂർണമെന്റ് ഫൈനൽ മത്സരങ്ങളിൽ ഇന്ത്യൻ സ്കൂൾ സലാല, ഇന്ത്യൻ സ്കൂൾ ഗൂബ്ര, ഇന്ത്യൻ സ്കൂൾ വാദി കബീർ തുടങ്ങിയവർ ജേതാക്കളായി. ഇന്ത്യൻ സ്കൂൾ മുലദ്ദയിൽ നടന്ന സമാപന ചടങ്ങിൽ ഒമാൻ ദേശീയ ഫുട്ബോൾ ടീം ഗോൾ കീപ്പർ ഫായിസ് അൽ റുഷേദിയായിരുന്നു മുഖ്യാതിഥി. അണ്ടർ 14, 17, 19 വിഭാഗങ്ങളിലായി നടന്ന മത്സരങ്ങളിൽ ഇന്ത്യൻ സ്കൂൾ മുലദ്ദ ആതിഥേയരായി. അണ്ടർ 14 ഫൈനലിൽ ഇന്ത്യൻ സ്കൂൾ ദാർസൈത്തിനോട് പൊരുതിയാണ് ഇന്ത്യൻ സ്കൂൾ സലാല കിരീടം സ്വന്തമാക്കിയത്. അണ്ടർ 17 വിഭാഗത്തിൽ ആതിഥേയരായ ഇന്ത്യൻ സ്കൂൾ മുലദ്ദയെ പരാജയപ്പെടുത്തി ഇന്ത്യൻ സ്കൂൾ ഗൂബ്ര കിരീടം ചൂടി. ഉദ്വേഗഭരിതമായ പ്രകടനം പുറത്തെടുത്തത് അണ്ടർ 19 വിഭാഗത്തിൽ ഇന്ത്യൻ സ്കൂൾ വാദി കബീറിന് നിർണായകമായി. വാശിയേറിയ പോരാട്ടത്തിനൊടുവിൽ ഇന്ത്യൻ സ്കൂൾ സലാല വാദി കബീറിന് വഴങ്ങുകയായിരുന്നു. It was a good competition, and we worked hard. Our competitors played good. All the players played good, and we deserved the victory. ടൂർണമെന്റ് വിദ്യാർത്ഥികളിൽ കായികക്ഷമത വർദ്ധിപ്പിക്കുകയും ഒമാനിലെ ഇന്ത്യൻ സ്കൂളുകൾക്കിടയിൽ സൗഹൃദം വളർത്തുമെന്നും ഫായിസ് അൽ റുഷേദി പറഞ്ഞു. أنا سعيد بالتواجد اليوم في المدرسة. بطولة جميلة جدا. أتمنى لكم التوفيق في القادم إن شاء الله. ومن تقدم إلى تقدم بإذن الله تعالى. موفقين بإذن الله. ടൂർണമെന്റിൽ പങ്കെടുത്ത വിദ്യാർത്ഥികളുടെ കായിക മികവിനെയും ടീം വർക്കിനെയും പ്രിൻസിപ്പൽ ഡോക്ടർ ലീന ഫ്രാൻസിസ് അഭിനന്ദിച്ചു. Congratulate the teams who have won, namely under 14 we got Indian School Salala, under 17 Indian School Gubra, and under 19 Indian School Wadi Kabir. At the same time, join me in congratulating every child who has participated in this cluster tournament. CBSE ക്ലസ്റ്റർ ഫുട്ബോൾ ടൂർണമെന്റിന് ആതിഥേയത്വം വഹിക്കാൻ ഇന്ത്യൻ സ്കൂൾ മുലദ്ദയ്ക്ക് കഴിഞ്ഞതിൽ വളരെ അഭിമാനവും സന്തോഷവുമുണ്ട്. മഹത്തായ ഈ പരിപാടി 4 ദിവസങ്ങൾ അഹോരാത്രം പ്രവർത്തിച്ച പ്രിൻസിപ്പൽ, സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങൾ, സ്റ്റാഫ് അംഗങ്ങൾ എല്ലാവർക്കും ഹൃദയംഗമായ നന്ദി. വിജയികൾക്കും റണ്ണറപ്പുകൾക്കും ട്രോഫികളും മെഡലുകളും സമ്മാനിച്ചു. മികച്ച കളിക്കാർക്കും ഗോൾ കീപ്പർമാർക്കുമുള്ള പുരസ്കാരങ്ങളും വിതരണം ചെയ്തു. മികച്ച സേവനം കാഴ്ചവെച്ച ഒമാനി റഫറിമാരെയും ചടങ്ങിൽ ആദരിച്ചു. വിവിധ സ്കൂളുകളിൽ നിന്നുള്ള പരിശീലകർ, രക്ഷിതാക്കൾ ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുത്തു. ഗൾഫ് മാധ്യമം, മസ്കത്ത്.